ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ദിലീപ് ഏട്ടൻ്റെ പുതിയ സിനിമയായ പവി കെയർടേക്കർ കാണാൻ പോവാണ്. അപ്പോൾ ആദ്യം ഒന്ന് പോയി റെഡി ആവട്ടെ. അങ്ങനെ റെഡിയായി സെക്കൻഡ് ഷോയ്ക്കാണ് പോണത്. ഇവിടെ 9:30-ക്കാണ് ഷോ. അപ്പോൾ എല്ലാവരും റെഡിയായി ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. പിന്നെ ഓരോ ദിവസത്തെ മൂഡിനനുസരിച്ചിട്ടാണ് ഓരോ ദിവസത്തെ മേക്കപ്പ്. അപ്പോൾ ഇന്ന് ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു മേക്കപ്പാണ്, അധികം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ പോയി കണ്ടിട്ട് ഫിലിം എങ്ങനെ ഉണ്ടെന്ന് വന്നിട്ട് പറയാം. അപ്പോൾ പോയി നോക്കട്ടെ. ബൈ. സച്ചു ഒരു ഹായ്. ഹായ് ഗൈസ്, ഞങ്ങൾ മൂവി കാണാൻ നല്ല വെയിറ്റിംഗ് ആണ്. എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് അത് കാണാൻ നല്ല എക്സൈറ്റഡ് ആണ്. അപ്പോൾ മൂവിൻ്റെ റിവ്യൂ ഒക്കെ ചേച്ചി അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ സ്നാക്സ് ഒക്കെ വാങ്ങി. ഞാൻ കുർക്കുറെ പഫ്കോൺ വാങ്ങി, സച്ചു വാങ്ങി, പിന്നെ ലേസൊക്കെ വാങ്ങി. പിന്നെ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി. ടിക്കറ്റ് എടുത്തു. അത്യാവശ്യം തിരക്കുണ്ട് ടിക്കറ്റ് എടുക്കുന്നിടത്തൊക്കെ. പിന്നെ അങ്ങനെ ഞങ്ങൾ 2 സ്ക്രീൻ ഉണ്ട്. അപ്പോൾ ചെറിയ സ്ക്രീനിലായിരുന്നു നമ്മുടെ പവി കെയർടേക്കർ ഫിലിം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. എന്നിട്ട് സ്ക്രീനിലേക്ക് പോണ വഴി അച്ഛൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടു. അപ്പോൾ അവരോട് കുറച്ച് വർത്തമാനം പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലേക്ക് നടന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 50% തിയേറ്റർ ആൾക്കാർ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ ഒരു 5 മിനിറ്റ് മുന്നേ കയറി. തുടങ്ങാറാകുമ്പോഴേക്കും തിയേറ്റർ ഫുള്ള് എല്ലാ സീറ്റും ഫില്ലായിരുന്നു. ഫിലിമിൻ്റെ സ്റ്റാർട്ടിംഗ് ഒന്നും കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനത്തെ ഒരു ഫ്ലോയിലാണ് പോയിക്കൊണ്ടിരുന്നത്. നല്ല ഉറക്കം വന്ന ഒരു ടൈമായിരുന്നു. പക്ഷെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴും നല്ല തിരക്കായിരുന്നു. ഈ ഫിലിമിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ ആവേശം നല്ല രീതിക്ക് ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരും ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഫിലിം കണ്ടു കഴിഞ്ഞപാട് റിവ്യൂ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ വന്ന് അതുപോലെ കടന്നുറങ്ങി. അപ്പോൾ വണ്ടിയിൽ നിന്ന് തന്നെ ഉറങ്ങി വന്നുകൊണ്ട് വീട്ടിൽ വന്ന് അതേപോലെ കടന്നുറങ്ങി. അതുകൊണ്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഫിലിം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈനറാണ്. നമുക്ക് കുറച്ചൊക്കെ ചിരിക്കാനുള്ള എലമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഒരു സൂപ്പർ ഹിറ്റ് എന്നുള്ള പോലെ ഒന്നും തോന്നിയില്ല. നമുക്ക് കണ്ടിരിക്കാം. ഒരു ഇങ്ങനെ ചിരിച്ച് കളിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫിലിമായിരിക്കും. പക്ഷെ നമ്മൾ സീരിയസ് മാസമൊന്നും പ്രതീക്ഷിച്ചൊന്നും ആ സിനിമയ്ക്ക് പോകരുത്. ഒരു എൻ്റർടൈനർ ഫിലിമാണ്. കൊള്ളാം. ഞാൻ അത്ര നല്ല ഫിലിം എന്ന് പറയില്ല, എന്നാൽ മോശം ഫിലിമും അല്ല. ഒരു മീഡിയം റേഞ്ചിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല ഫിലിമാണ്. നമുക്ക് ഫിലിമൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, ചിരിച്ചുകൊണ്ട് തിരിച്ചു വരാൻ പറ്റും. ചില ഫിലിമൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചിറങ്ങുമ്പോൾ ഒരു സുഖമില്ലാത്ത ഫീൽ ഉണ്ടാവില്ലേ, മനസ്സിനൊരു വിഷമവും ഒക്കെ ഉള്ളൊരു കരഞ്ഞു വയ്യാണ്ട് അങ്ങനത്തെ ഒരു ഫീലില്ല. സിനിമ കണ്ട് സന്തോഷമായിട്ട് നമുക്ക് വീട്ടിൽ വന്ന് കിടന്നുറങ്ങാം. അങ്ങനത്തെ ഒരു ഫിലിമാണ്. നല്ലൊരു എൻ്റർടൈനറാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അബൌട്ട് ദ ഫിലിം. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് കമൻറ്റ് സെക്ഷനിൽ പറയൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.